നിത്യം ഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിഷയേഷ്വസക്ത ദാതാസമ സത്യപര ക്ഷമാവാനാപ്തോപസേവീച്ച ഭവത്യരോഗ മഴക്കാലത്ത് കാലാവസ്ഥയുടെ പ്രത്യേകത മൂലവും വാതത്തിൻ്റെ ശൈത്യം, രൂക്ഷത എന്നിവ കൊണ്ടും ശരീരത്തിൽ വാതം വർദ്ധിക്കുവാനുള്ള സാഹചര്യം സംജാതമാകുന്നു. സന്ധികളിൽ വേദന, തരിപ്പ്, കടച്ചിൽ എന്നിവ ഉണ്ടാകുവാനും അതല്ലെങ്കിൽ ഉള്ളത് തന്നെ വർദ്ധിക്കുവാനും ഇത് കാരണമാകുന്നു. പ്രായം കൂടുന്തോറും ശരീരത്തിൽ ഉള്ള സപ്തധാതുക്കൾക്കും ത്രിദോഷങ്ങൾക്കും വരുന്ന അപചയം മൂലം ശരീരത്തിന് ബലഹാനി ഉണ്ടാകുന്നു. മഴക്കാലത്തുണ്ടാകുന്ന വാതകോപത്താൽ സന്ധികൾക്ക് രൂക്ഷത വർദ്ധിക്കുകയും അതിൻ്റെ സൗമ്യഭാവങ്ങൾ ശോഷിച്ചു പോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് കോശങ്ങളിൽ നിന്നും കോശങ്ങളിലേക്കുള്ള സംവഹനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇത് സന്ധികൾക്ക് ബലഹാനിക്കും അവയുടെ കർമ്മങ്ങളുടെ മാന്ദ്യതയ്ക്കും കാരണമാകുന്നു. സന്ധികളിൽ അസ്ഥികൾ തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത് പൊതിഞ്ഞിരിക്കുന്ന കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിയാണ് സന്ധികൾ തമ്മിൽ ഉരസാതെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത്. ഈ തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനം സന്ധികളുടെ പ്രവർത്തനത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്നു. എന്തൊക്കെയാണ് ഇവ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ? ഒന്നാമതായിട്ട് പ്രായം കൂടുന്തോറും അസ്ഥിസന്ധികൾക്ക് ഉണ്ടാകുന്ന അപചയം, അമിതമായിട്ടുള്ള ശരീരഭാരം, സന്ധികൾക്ക് സാരമായ രീതിയിലുണ്ടാകുന്ന ക്ഷതം, ഉളുക്ക്, ചതവ്, ഒടിവ് മുതലായവ. അതല്ലെങ്കിൽ ചെറിയ രീതിയിലുണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള ക്ഷതങ്ങൾ. ഇവ കൂടാതെ ദീർഘമായിട്ടുള്ള നടപ്പ്, നിൽപ്പ്, ഭാരമെടുക്കൽ ഇവ മൂലം സന്ധികൾക്കുണ്ടാകുന്ന ക്ഷതം. മഴക്കാലത്തുണ്ടാകുന്ന തണുപ്പ്, രൂക്ഷത ഇവ കൊണ്ടും തെറ്റായ വ്യായാമം, തെറ്റായ ജീവിത രീതി ഇവ കൊണ്ടും സന്ധിഗതവാദം ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് ആക്കം കൂടുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ, പടികൾ കയറിയിറങ്ങുമ്പോൾ സന്ധികളിൽ വേദന വരുന്നു. വിശ്രമിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം തോന്നുന്നു. സന്ധികളുടെ ചലനം പരിമിതപ്പെടുന്നു. അതായത് ഇവ കാൽമുട്ടിനെയാണ് ബാധിക്കുന്നതെങ്കിൽ കാൽമുട്ട് മടക്കുവാനോ നിവർത്തുവാനോ പ്രയാസം നേരിടുന്നു. ഇത് അരക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് ബാധിക്കുമ്പോൾ മുന്നോട്ട് കുനിയുവാനും നിവർന്നു നിൽക്കാനും എല്ലാം പ്രയാസം അനുഭവപ്പെടുന്നു. ഇതുമൂലം സന്ധികളുടെ ആകൃതിക്ക് തന്നെ മാറ്റങ്ങൾ വരുന്നു. സന്ധികളുടെ ആകൃതിക്ക് തന്നെ മാറ്റം വരുന്നു. കാൽമുട്ടിന് ബാധിക്കുമ്പോൾ ഇത് മുടന്തു ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ സന്ധികളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എക്സ്റേയിലൂടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്.